ഒരു കിരീടമെന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോഹം കാലം എത്ര കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. ഈ സീസണിലെ ISLലെ പ്രകടനം കണക്കിലെടുക്കുമ്പോൾ കലിംഗ സൂപ്പർ കപ്പിൽ സാധ്യതകളിൽ മുൻപന്തിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു കാണുന്നത്. ഇനി സെമിയിലെത്താൻ എന്തു വഴിയാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത്? സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുകയാണ്. കരുത്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഈ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. നാളെ രാത്രി, അതായത് ജനുവരി 20 രാത്രി ഇന്ത്യൻ സമയം 7:30 ഈ മത്സരം നടക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ മത്സരത്തിൽ ഷില്ലോങ്ങിനെതിരെ ഉജ്ജ്വലമായൊരു വിജയം. അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ അപ്രതീക്ഷിതമായൊരു തിരിച്ചടി. ഇനി ഗ്രൂപ്പിൽ അവശേഷിക്കുന്നത് ഒരേയൊരു മത്സരം മാത്രം. പക്ഷേ ഈ മത്സരത്തിൽ വിജയം നേടിയാലും ബ്ലാസ്റ്റേഴ്സ് സെമിയിലെത്തണമെന്നില്ല. ജംഷഡ്പൂരും ഷില്ലോങ്ങും തമ്മിൽ നടക്കുന്ന കളിയിൽ ജംഷഡ്പൂർ പരാജയപ്പെടുകയും വേണം. ആ മത്സരം ഒരു സമനിലയിൽ പിരിഞ്ഞാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് സാധ്യത ഏതുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഇനിയൊരു സെമി പ്രവേശത്തിനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമിന് മാത്രമാണ് സെമിയിലേക്ക് മുന്നേറാൻ കഴിയുക. കലിംഗ സൂപ്പർ കപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നത് ജിയോ സിനിമ ആപ്ലിക്കേഷനാണ്. ഈ ആപ്പ് ഉപയോഗിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് മത്സരവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് കയറിയാൽ ഈ മത്സരം ലൈവായി കാണാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിദൂരതയിലുള്ള ആ ചെറിയ സാധ്യതയും സ്വപ്നം കണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ മത്സരത്തെയും വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.